പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇന്ന് നിങ്ങളോട് അല്പസമയം ചിന്തിക്കുന്ന വിഷയം, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. അത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ, എത്രയും ബഹുമാന്യനായ നമ്മുടെ മാത്യു മണവത്തച്ഛൻ്റെയാണ്. അച്ഛൻ ഈ അടുത്തിടയ്ക്കാണ് കോറപ്പിസ്കോപ്പ സ്ഥാനമൊക്കെ അച്ഛന് കിട്ടിയത്. അച്ഛനെ എത്രയും ആദരവും ബഹുമാനവും നൽകുന്ന ഒരുപാട് പേര്, ഞാനും അച്ഛൻ്റെ ഒരുപാട് പോസ്റ്റുകളെല്ലാം കാണുകയും അത് വായിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അച്ഛൻ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തൊരു പോസ്റ്റ്, ഞാനും അത് വായിച്ചു. ഞാൻ അച്ഛൻ്റെ പോസ്റ്റുകളെല്ലാം വായിക്കാറുണ്ട്. അച്ഛൻ വളരെ മനോഹരമായിട്ട് എഴുതാറുണ്ട്. പക്ഷെ ഈ പോസ്റ്റിൽ അച്ഛൻ എഴുതിയിരിക്കുന്നതിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ അത് സഭയുടെ വിശ്വാസത്തിന് ചേരാത്തതും, അത് സഭയുടെ ആളുകളുടെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ പിറകോട്ട് വലിക്കുന്നതും, ആളുകൾക്കൊരു മോശം ഉപദേശം കൊടുക്കുന്ന രീതിയിലും അനുഭവപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത്. ഇതാണ് അച്ഛൻ്റെ പോസ്റ്റ്. നിങ്ങളെല്ലാം കണ്ടതാണ് ഈ പോസ്റ്റ്. ഇത് എനിക്ക് 1-2 അച്ഛന്മാരും അയച്ചു തന്നു. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ സഭയുടെ വിശ്വാസമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പുസ്തകങ്ങളിൽ വായിച്ച കാര്യങ്ങളെല്ലാം കണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയെല്ലാം അതിന് നല്ല അഭിപ്രായങ്ങൾ എഴുതുന്ന കുറച്ച് വൈദികരെ അറിയാം. പിന്നെ ഈ സത്യവിശ്വാസം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അവസാന ശ്വാസം വരെ, അച്ഛന് കീമോയായിരുന്നു, ആ കീമോയിൽ അച്ഛൻ്റെ ശബ്ദം വരെ നഷ്ടപ്പെട്ടു, ജേക്കബ് മിഖായൽ അച്ഛൻ്റെ. അപ്പോൾ ആ അച്ഛൻ അവസാനം വരെ പറഞ്ഞൊരു കാര്യമുണ്ട്, സഭയുടെ സത്യവിശ്വാസം ദേറാകളിലൂടെ, മൽപ്പാൻ അച്ഛന്മാരിലൂടെ, സുറിയാനി സഭയുടെ എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിലൂടെ കിട്ടിയതാണ് ആ സത്യവിശ്വാസം. പുറത്ത് ഒരുപാട് PhDകളും ഡോക്ടറേറ്റുകളും സായിപ്പിൻ്റെ യൂണിവേഴ്സിറ്റികളിലുണ്ട്. അതെല്ലാം നല്ലതാണ്. ഒരു ഡോക്ടറേറ്റ് എന്ന നിലയ്ക്ക് DR അത് വെച്ചുകൊണ്ടിരിക്കാൻ നല്ലതാണ്. പക്ഷേ ആ പറയുന്ന ഉപദേശങ്ങളും അവരുടെ രീതികളും അവരുടെ എഴുത്തുകളൊന്നും ഈ സ്തുതി ചൊവ്വാക്കിയ വിശ്വാസത്തിന് ചേരത്തില്ല. അത് 3 പൊതു സുന്നകദോസുകളുടെ പിതാക്കന്മാർ ഉറപ്പിച്ച് കൈമാറുന്ന വിശ്വാസമാണ്. അപ്പോൾ അതിനുവേണ്ടി അച്ഛനൊക്കെ ഒത്തിരി അവസാന കാലങ്ങളിൽ അച്ഛനെ പരിചയപ്പെട്ടപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയുകയും, എഴുതി കൈമാറി കിട്ടിയത് മാത്രമാണ് നമ്മുടെ വിശ്വാസം. അതിൽ ആ പിതാക്കന്മാർ സുന്നകദോസിലെടുത്ത തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ആ പ്രാർത്ഥനകളിലുള്ളത്, അതുപോലെ തന്നെ അവർ എഴുതിയ എഴുത്തുകളിലുള്ളത്, ഇത് എല്ലാം കൂടി ചേർത്ത് വരുമ്പോഴാണ് സത്യവിശ്വാസമാകുന്നത്. സുന്നകദോസിൽ ഉറപ്പിച്ചതും, പിന്നെ ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ പ്രമാണങ്ങൾ, പിന്നെ ലിറ്റർജി, പിന്നെ വിശുദ്ധ ഗ്രന്ഥം, ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസമാകുന്നത്. അല്ലാതെ സെപ്പറേറ്റ് ചെയ്തൊന്നും നമ്മുടെ വിശ്വാസമില്ല. അത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്ന പല ശാഖകൾ നടത്തുന്ന കുറേ കോളേജുകളുള്ള പലരും പുറത്തുണ്ട്. അവരെല്ലാം വലിയ രീതിയിൽ അതിന് പ്രചാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ സുറിയാനി സഭയുടെ വിശ്വാസം സംരക്ഷിക്കാനായിട്ട് കുറച്ച് പേരെയാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് കാണാം. പക്ഷേ കുറച്ച് ഭാഗങ്ങൾ അച്ഛൻ നന്നായിട്ടും, കുറച്ച് കണ്ടനെന്നും കുറച്ച് ചക്കിയെന്നും പറയുന്ന പോലെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അച്ഛനോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിയാണ് ഇത് പറയുന്നത്. നമുക്ക് വായിച്ചപ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നി. അത് അച്ഛനെ അറിയിക്കുകയും, ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് അച്ഛൻ്റെ തൊപ്പിയും കുപ്പായവും, എല്ലാ അച്ഛന്മാരുടെയും തൊപ്പിയും കുപ്പായവും, അതുപോലെ തന്നെ ആമാലോഗ്യ വായിക്കുമ്പോൾ ആ പ്രതിജ്ഞ എടുത്തിരിക്കുന്നതും ഈ സത്യവിശ്വാസത്തെ സംരക്ഷിക്കാനാണ്. ഇന്ന് നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ സുന്നകദോസിൽ പിതാക്കന്മാർ ആ തീരുമാനം എടുത്തപ്പോൾ അവരുടെ ജീവന് ഭീഷണിയായിരുന്നു. 2 പ്രാവശ്യം നമ്മുടെ പാത്രികീസായിരുന്ന സേവ്യറോസ് പിതാവിനെ നാട് കടത്തി. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ഈ ഹൈമനത്തോടെ ഒരു ഇതിൽ വായിച്ചാണ് 40,000 പേരുടെ വിരലുകൾ ഛേദിച്ച് കളഞ്ഞു. ഇന്ന് കുരിശ് വരയ്ക്കുന്ന തൃത്വവിശ്വാസത്തിന് വേണ്ടി കുരിശ് വരയ്ക്കാതിരിക്കാൻ ആ വിരലുകൾ ഛേദിച്ച് കളഞ്ഞു. നമ്മളെല്ലാം ഈ ഹൈമനത്തോടെയൊക്കെ ആ വിശുദ്ധന്മാരെ കുറിച്ചുള്ള ഇതിൽ വരുമ്പോൾ അവരുടെയൊക്കെ സഹിച്ച വേദനകളും ത്യാഗങ്ങളും നമ്മൾ മറ്റ് പുസ്തകങ്ങളിലൂടെയൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് ഒത്തിരി നമുക്ക് ഇവരെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം തോന്നും. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് വായിക്കാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ അവരുടെ ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വായിക്കാറുണ്ട്. ഇനി നമുക്ക് ആ പോസ്റ്റിലേക്ക് വരാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത് അച്ഛൻ:
അന്ത്യോക്യൻ സുറിയാനി ഓർത്തഡോക്സ് ആരാധനയുടെ മഹത്വം ഒപ്പം ചില പരാധീനതകളും. ഒരു പരാധീനതകളും ആർക്കും ഉള്ളതായിട്ട് അറിയത്തില്ല. കാരണം അത്രയും ശ്രേഷ്ഠവും മഹത്വമുള്ളതാണ്. ഒരു യുക്തിവാദികൾക്ക് പോലും ഒരു കാര്യത്തിനും ഒരു ഇട കൊടുക്കാതെ, ഒരു ചീത്തപ്പേരിനും ഇട കൊടുക്കാതെ അത്രയ്ക്കും ലോജിക്കും യുക്തിഭദ്രവും ശ്രേഷ്ഠവുമാണ് നമ്മുടെ വിശ്വാസം. അന്ന് പിതാക്കന്മാർ എഴുതിയ വിശ്വാസം ഇന്നും അത്രമാത്രം ശ്രേഷ്ഠതയോടെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എല്ലാത്തിനും ചേർച്ചയുള്ളതാണ്. ആരെക്കൊണ്ട് ഒരു ചീത്ത വിളിപ്പിക്കാൻ പറ്റുന്നതല്ല, അത്രയ്ക്ക് മഹത്വമുള്ളതാണ്. അപ്പോൾ അത് താഴോട്ട് വരുമ്പോൾ പുണ്യപിതാക്കന്മാർ രചിച്ച ആരാധനയെ വിലയിരുത്താൻ വളർന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ വരുമ്പോഴാണ് ക്രൈസ്തവ ആരാധന സാഹിത്യം പരിശോധിച്ചാൽ ഇത്രയധികം അർത്ഥവത്തായതും വേദശാസ്ത്രം, ചരിത്രം, വർണ്ണന, അനുതാപം, സ്വർഗീയ ഗീതങ്ങൾ, മാലാഖമാരോട് കലർന്ന് നിന്നുള്ള സംഗീതം ഉൾക്കൊണ്ടുള്ള ആരാധന ശൈലി അപൂർവമാണ്. അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ എഴുതിയേക്കണാണ് സാമാന്യ ഇത് വായിക്കുമ്പോൾ പുണ്യപിതാക്കന്മാർ രചിച്ച ആരാധനകളെ വിലയിരുത്താൻ വളർന്നു ഇവൻ ആരാന്ന് ചോദിച്ചിട്ട് അതിൻ്റെ താഴെ എഴുതിയേക്കാണ്. ഇതാവും ആദ്യ ഈ തലക്കെട്ട് വായിക്കുമ്പോൾ കഠിന അന്ത്യോക്യൻ ഭക്തന്മാർക്ക് ഉണ്ടാവുക. അച്ഛാ, കഠിന അന്ത്യോക്യൻ ഭക്തന്മാർ എന്നുള്ളൊരു കാര്യം അതുണ്ട് അച്ഛാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്ത്യോക്യ സിംഹാസനം പൗരോഹിത്യത്തിൻ്റെ ഉറവിടമാണെന്നും ആ സിംഹാസനത്തെ മറക്കുമ്പോൾ സ്വയം ഉരിയപ്പെടുമെന്നും അതുപോലെ തന്നെ മഞ്ഞിനിക്കരയുടെ അസ്തമിക്കാത്ത സൂര്യനെ എന്ന് നമ്മൾ വിളിച്ച് ആ പിതാവിൻ്റെ കബറിങ്കൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ മലയക്കുരിശിൽ പള്ളിയിൽ ഈ കാലം ചെയ്ത ശ്രേഷ്ഠ ബാവയുടെ പെരുന്നാളിന് പോകുമ്പോൾ അവിടെ ഒരു റെക്കോർഡ് വയ്ക്കും. എല്ലാ കൊല്ലവും അത് വയ്ക്കും. എല്ലാ കൊല്ലവും നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ എല്ലാ കൊല്ലം പോകാറുണ്ട്. നാട്ടിലുള്ളപ്പോൾ എല്ലാ കൊല്ലം പോകാറുണ്ട്. എപ്പോഴും കേൾക്കാറുണ്ട്. അത് കേൾക്കണേ, അന്ത്യോക്യ സിംഹാസനത്തിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണണമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കതൊരു കുറവായിട്ട് തോന്നത്തില്ല. അതൊരു കഠിനമല്ല അച്ഛാ, അതൊരിക്കലും കഠിനമായിട്ട് തോന്നത്തില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ പ്രാമ്പാക്ര നമസ്കാരത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ പിതാക്കന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ എഴുതിച്ചിട്ടുണ്ട്, കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരായ മോർ ബസേലിയോസും മോർ ഗ്രിഗോറിയോസിൻ്റെയും ശേഷമുള്ള സകല പിതാക്കന്മാരിനും പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് പാപമോചനം ലഭിക്കുമാറാകണമേ. സത്യവിശ്വാസികളായ ആ ഉപദേഷ്ടാക്കന്മാരുടെ സത്യോപദേശത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുമാറാകണമേ. അവരെ പോലെ നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നവരും നിന്നെ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. നിക്കായിലും കുസന്തിനോപോലീസിലും എഫേസസിലും ഉണ്ടായ പൊതു സുന്നഹദോസുകളിലെ വിശ്വാസത്തിൽ നിന്നും നിയമങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ സ്ഥിരതയോടെ ജീവിപ്പാനും നിനക്കിഷ്ടമുള്ള പ്രകാരം നല്ല അവസാനം പ്രാപിപ്പാനും ഞങ്ങൾക്കിടയാവുകയും ചെയ്യുമാറാകണമേ. അതായത് ഈ 3 പൊതു സുന്നഹദോസുകളുടെ വിശ്വാസത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നിൽക്കണം. അത് അടുത്ത തലമുറയെ പഠിപ്പിക്കണമെന്നാണ് ഓരോ യാക്കോബേക്കാരനും ആഗ്രഹിക്കുന്നത്. ഞങ്ങളും എൻ്റെ അപ്പച്ചനുമൊക്കെ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരിക്കലും ഒരു കഠിനമല്ല, ഇത് വളരെ ശ്രേഷ്ഠമായൊരു വിശ്വാസമാണ്. അത് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ ഉറവിടം, പൗരോഹിത്യത്തിൻ്റെ ഉറവിടം അന്ത്യോക്യ സിംഹാസനമാണെന്ന് എഴുതി വെച്ചത് മറച്ചു പിടിക്കുകയും അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുമ്പോൾ സ്വയം ഉരിയപ്പെടുക. ആരായാലും, അത് അച്ഛനായാലും തിരുമേനിയായാലും കൊച്ചച്ഛനായാലും ആരായാലും ആ വിശ്വാസത്തിൽ നിന്ന് ഉരിയപ്പെടുമെന്ന് പറഞ്ഞത് പരിശുദ്ധനായ പരിമല തിരുമേനിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പിതാക്കന്മാർ അവരുടെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സുന്നഹദോസിൽ പങ്കെടുത്ത ഈ പിതാക്കന്മാരെ കുറിച്ചും അവരെ എന്താണ് ചെയ്തതെന്നുള്ളത് ഈ ബുക്കിൽ വായിക്കുമ്പോൾ ഒരു തോമസ് എപ്പിസ്കോപ്പ ആ സുന്നഹദോസിൽ പങ്കെടുക്കാൻ വരുന്നത് കണ്ണും മൂക്കും നാക്കും കൈയും കാലും ഛേദിച്ച് ഒരു പിണ്ടമായിട്ടാണ് വന്നതാണ്. അപ്പോൾ രാജാവ് വന്ന് ചുംബിച്ചു എന്നാണ് പറയണത്. അപ്പോൾ അത്രമാത്രം പീഡനമാണ് ഓരോ പിതാക്കന്മാരും ഏറ്റിട്ടുള്ളത് ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഠിനമല്ല വെച്ചാൽ അത് ഉറപ്പായിട്ടും ആ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറപ്പെടണം. ഇതൊന്നും ഒരിക്കലും ഒരു ഭ്രാന്തല്ല, വളരെ ശാന്തമായതും സന്തോഷം നൽകുന്നതുമാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമുക്കത് തുടർന്ന് വായിക്കാം. അപ്പോൾ അങ്ങനെ അച്ഛനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനത്തോടാണ് പറയുന്നത്. അച്ഛനൊരു വഴക്കായി കാണരുത്. അച്ഛന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അച്ഛന് എല്ലാ രീതിയിലും ഫാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫാൻസുകാരും ഒരിക്കലും ഇതൊരു വഴക്കായിട്ട് കാണരുത്. അച്ഛനുള്ള സ്നേഹത്തോടെ, കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് എന്താ ഇങ്ങനെ, അപ്പം മറ്റുള്ള ആളുകൾക്ക് ഇപ്പം തന്നെ ഈ കത്തോലിക്കർ ദൈവമാതാവിനെ ഉള്ള ഇതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ അതൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചില സമയത്ത് അവർ ഫിലോക്കഭാഗത്തെ ചിലപ്പോൾ അത് പുതിയത് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അപ്പം പൂർവികരായിട്ടുള്ള ആ നിത്യ വിശ്വാസ പ്രമാണം കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കാര്യങ്ങൾ വരുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതും
കൃത്യമായി ഉറപ്പിച്ചതുമാണ്. ആ 3 പുതുസുന്നതോസുകളിൽ ഉറപ്പിച്ച വിശ്വാസമാണ് എല്ലാ വൈദികരും ലോകം മുഴുവൻ ചെയ്യുന്നതും അത് നടത്തുന്നതും. അപ്പോൾ അതിനെ കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അത് കഠിനമല്ല, അത് വളരെ ശ്രേഷ്ഠമാണ്, അത്രയ്ക്കും മഹത്വമുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് താഴേട്ട് പോരുമ്പോൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അന്ത്യോക്യൻ നമ്മുടെ വിവാഹ സൂക്ഷിച്ച പ്രാർത്ഥനകളും പാട്ടുകളും സന്യാസി രചനകൾ അതിലെ ഉൾക്കാമ്പ് ദർശിക്കുമ്പോൾ അറിയാം ദൈവം സ്നേഹം. ഇനി അതിൻ്റെ അടുത്ത ഈ ആരാധനാ ശൈലിയിലെ പോരായ്മ ആധുനിക ജീവിതത്തിൽ ഒരു പോരായ്മയില്ല. ഈ യുഗത്തിലും അന്നും ഇന്നും ഒരുപോലെയാണ്. നമ്മുടെ ആരാധനയ്ക്ക് അത്രയ്ക്ക് ശ്രേഷ്ഠതയുണ്ട്. അതിൽ താഴെ അച്ഛൻ എഴുതിയേക്കണതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്കത് പറയാം. പിതാക്കന്മാരുടെ ആരാധനാ ശൈലിയുടെ ഉൾക്കാമ്പ് ഭൗതിക ജീവിതത്തിൻ്റെ ക്ഷണികതയും വ്യർത്ഥതയും ഒപ്പം ഒരുവാനിക്കുന്ന ലോകത്തിൻ്റെ ശാന്തതയുടെയും ആനന്ദങ്ങളുടെയും പ്രതീക്ഷയാണ്. ഇത് ഭൗതിക ജീവിത വഴികളെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അനുദിന ജീവിതത്തിലെ ദുരിതങ്ങൾ, രോഗങ്ങൾ, പ്രതീക്ഷകൾ ഇവ പ്രതിഫലിപ്പിക്കുന്ന രചനകൾ ഉണ്ടാക്കുന്നതിൽ നാം ഒട്ടും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് പെന്തിക്കോസ്തുകാരും ബ്രദറന്മാരുമാണ് ഇത്തരം രീതിയിലുള്ള തെറ്റായ പാട്ടുകളും, അതായത് സ്വയം പ്രേരിത, എൻ്റെ, ഞാൻ, എനിക്ക് എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ എഴുതി വച്ചിരിക്കുന്നുള്ളൂ. ഇപ്പോൾ വാഴക്കൊല കിട്ടാതെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് പാട്ട് എഴുതുക, അതുപോലെ ഉണ്ടംപുരി അവിടെ കടയിലിരിക്കുന്ന കാണുമ്പോൾ അത് കിട്ടാതെ ഇരിക്കുന്ന ദുഃഖത്തിൽ പാടുക. നമുക്ക് അതായത് ഭൗതികമായ മോഹങ്ങളെ വെച്ചുകൊണ്ട് ഓരോ പാട്ടുകൾ എഴുതുക. അത് വളരെ നല്ല മ്യൂസിക്കൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കത് ഇഷ്ടമാണെന്ന് തോന്നും. പക്ഷേ ഇത്തരം പാട്ടുകളും ഇത്തരം ഗീതങ്ങളൊക്കെ നമ്മൾ പാടുമ്പോൾ അത് ഉറപ്പിച്ച് തന്ന വിശ്വാസത്തിന് എതിരാണ്. അപ്പം നമുക്കൊരു പാട്ട് എഴുതണമെങ്കിൽ അത് സുറിയാനി പിതാക്കന്മാരുടെ വിശ്വാസത്തോട് ചേർന്നുള്ള പാട്ടുകളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതുന്നുണ്ട്. ആളുകൾ എഴുതാൻ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അത് നമ്മൾ പാടേണ്ടതായിട്ടുണ്ട്. അല്ലാതെ വിശ്വാസത്തിന് ചേരാതെ ഒരു പാട്ടും. ഇപ്പം നമ്മുടെ 2 പിതാക്കന്മാരുടെ ബാവന്മാരുടെ കൽപ്പനയുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാത്തൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം പണ്ട് നമ്മൾ ഉപയോഗിച്ചു, ഇല്ലാത്ത സമയത്ത് ഉപയോഗിച്ചു എന്നുള്ളത് ഇവിടെ ഒരു കാര്യമല്ല. ഇന്ന് 2 ബാവന്മാരുടെ കൽപ്പനയുള്ള വിശുദ്ധ ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടത്തുള്ളൂ. അതിലുള്ളതിനോട് ചേർന്നതും നമ്മുടെ പ്രാർത്ഥനകളോട് ചേർന്നതോട് മാത്രമേ നമുക്ക് ഗീതത്തിലും വരാൻ പാടുള്ളൂ. അതാണ് സത്യവിശ്വാസം എന്ന് പറയുന്നത്. അതിനാണല്ലോ ഈ സ്തുതി ചൊവ്വാക്കി വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് സ്തുതി ചൊവ്വാക്കി വിശ്വാസം നമ്മൾ ഒരിക്കലും അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇങ്ങനെ പോകുമ്പോൾ അച്ഛനോടുള്ള അപേക്ഷയാണ്. അപ്പോൾ അങ്ങനെ ഗീതങ്ങളും അങ്ങനെ നമ്മളിങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവമല്ല. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ അങ്ങനെ ചേർന്നാണ്. സഭ ഇതൊരു സ്നേഹ കുടുംബമാണ്, തൃത്വ കുടുംബമാണ്. അത് സ്നേഹ കുടുംബമാണ്. ആ തൃത്വത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സേവ്യറോസ് പിതാവിൻ്റെ മാനീസോടെ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, യേശുവിനോടുള്ള പാട്ടല്ലേ, അത് കുഴപ്പമില്ലെന്ന്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ യേശുവിനോട് മാത്രം അങ്ങനെയല്ല നമ്മുടെ ഗീതങ്ങളും പ്രാർത്ഥനകളിലുള്ളത്. അത് യേശു പിതൃസുതനെ, യേശു മറിയസുത എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് തൃത്വവുമായുള്ള ബന്ധത്തിലാണ്. അത് തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ മാനീസോയിൽ നമുക്കിവിടെ അത് വായിക്കാനായിട്ട് സാധിക്കും. അതിങ്ങനെയാണ്, നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടെ മോർ സേവ്യറോസ് പിതാവിൻ്റെ മാനീസോയിൽ ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വത്തിൽ ഏകനും തൻ്റെ പിതാവിനോടും ജീവനുള്ള തൻ്റെ പരിശുദ്ധ റൂഹായോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കൃപ ചെയ്യണമേ. അതായത് ഇങ്ങനെയാണ്: വിശുദ്ധ തൃത്വത്തിൽ ഏകനും തൻ്റെ പിതാവിനോടും ജീവനുള്ള തൻ്റെ പരിശുദ്ധ റൂഹായോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ. അങ്ങനെയാണ് സ്തുതിക്കപ്പെടുന്നത്. അങ്ങനെ മാത്രമേ സ്തുതിക്കപ്പെടാനായിട്ട് നമ്മുടെ വിശ്വാസത്തിന് പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ഗീതങ്ങളാണെങ്കിലും അങ്ങനെ നമ്മുടെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ബന്ധത്തിലാണ്. അല്ലാതെ മുസ്ലിങ്ങൾ കാണുന്ന പോലെ ഏക ദൈവം അങ്ങനെ ആ ഒരു വിശ്വാസമല്ല. തൃത്വ കുടുംബമാണ്, ത്രിയേക ദൈവമാണ്. അത് പിതാക്കന്മാർ കൃത്യമായിട്ട് അതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പെന്തിക്കോസ്തയുടെയും ദനഹായുടെയും ശുശ്രൂഷകളൊക്കെ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ കേൾക്കുന്ന ആളുകളോടാണ് പറയുന്നത്. അച്ഛൻ അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം അച്ഛൻ സഭയുടെ എപ്പിസ്കോപ്പയാണ്. അപ്പോൾ അച്ഛൻ അതെല്ലാം ശ്രേഷ്ഠ പുരോഹിതനുമാണ്. അച്ഛൻ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിയാം. അച്ഛൻ വളരെ ഭംഗിയായിട്ട് തന്നെ. പക്ഷേ അച്ഛൻ ഇവിടെ ഇരിക്കുന്ന ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നിയതുകൊണ്ട് അത് ചില അച്ഛന്മാർക്കും ചിലർക്കും പറയാനായിട്ടുള്ള എനിക്കറിയത്തില്ല, അതൊന്നും ആരും പ്രതികരിച്ച് കാണുന്നില്ല. ചില കരിസ്മാറ്റിക്കാരൊക്കെ വന്നിട്ട് വെൽഡൻ സെഡ് അച്ഛ നല്ലത് കലക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ ജിജി ആൻറ്റീനെ കൂട്ടൊക്കെ ഉള്ള തുള്ളൽ നടത്തുന്ന, അതായത് 2 വിട്ടിട്ട് വരുന്ന
വന്നിട്ട് പ്രസംഗിച്ചിട്ട് കുഴപ്പമില്ല ഉപദേശിക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളുകളെ ഒന്ന് താൽക്കാലിക ഈ ഡോപ്പമൈൻ കൂടി കഴിയുമ്പോഴേക്കും വലിയ ഉല്ലാസത്തിലേക്ക് ആക്കുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഒരു സന്തോഷം കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കുന്ന പ്രസംഗികരും അത്തരം പാട്ടുകളുമാണ് പ്രസംഗങ്ങളുമാണ് നമ്മളിന്ന് മുഴുവൻ കാണുന്നത്. സഭയുടെ വിശ്വാസം വളരെ ഭംഗിയുള്ളതും നമ്മൾ സഭയുടെ ഗീതങ്ങളാണെങ്കിലും അങ്ങനെയാണ്, വളരെ ചുറ്റുമുള്ളതും വളരെ അർത്ഥവത്തായതും. അത് ഭൗതിക കാര്യങ്ങൾക്ക് അങ്ങനെയല്ല, അത് സഭ ആരാധന, സ്വർഗീയ ആരാധന എന്ന് പറയുമ്പോൾ അത് ആ സ്നേഹ കുടുംബത്തിലോട് ചേർന്ന് തൃത്വത്തെ ആരാധിക്കുകയാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഗീതങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭൗതിക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ സഭയിലില്ല. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിൽ കൃത്യമായിട്ട് വായിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ താഴെയായിട്ട് പിന്നെ പോരുമ്പോൾ എന്നാൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്നാൽ പൊട്ട സഭകൾ ബ്രദർ പെന്തോ കൂട്ടായ്മകൾ എഴുതിയ ഇത്തരം നല്ല ഗീതങ്ങൾ നമ്മുടെ പള്ളികളുടെയും ആത്മീയ സംഘങ്ങളുടെയും സുവിശേഷ ഗീതങ്ങളുടെയും തലക്കെട്ടുകൾ നാം കോപ്പി ചെയ്ത് അടിച്ച് പ്രസിദ്ധീകരിച്ചു. ഇതിൽ പലതിലും പരമവേദവിരീതങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പലതിലും അല്ല, മൊത്തത്തിൽ അത് വേദവിരീതം തന്നെയാണ്. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നതില്ല. അത് മിക്കതും നല്ല മൊത്തം അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ വിശ്വാസത്തോടെ ചേർന്നത്, കാരണം അത് നമ്മളിങ്ങനെയാണ്: പിതാവിൽ നമ്മൾ വിശ്വസിക്കുന്നു, പുത്രൻ നമ്മൾ വിശ്വസിക്കുന്നു, ജീവനുള്ള പരിശുദ്ധ റൂഹായിൽ നമ്മൾ വിശ്വസിക്കുന്നു, പരിശുദ്ധ സഭയിലും നമ്മൾ വിശ്വസിക്കുന്നു. ഈ സഭയിൽ കാതോലികവും ശ്ലൈഹികവുമായ സഭയിലും വിശ്വസിക്കാത്തവർക്ക് എഴുതിയ പാട്ടുകൾ നമുക്കെങ്ങനെ ചേരും? അപ്പോൾ അവരുടെ പ്രസംഗങ്ങളോ അവരുടെ പാട്ടുകളോ പവർ വിഷൻ കണ്ടിട്ടോ അല്ലെങ്കിൽ ഹാർവസ്റ്റ് TV കണ്ടിട്ടോ നമ്മളിവിടെ ഉൾപ്പെടുത്തിയാൽ അത് നമുക്ക് ചേരത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഇവയൊന്നും സുറിയാനിക്കാരുടെ നാവിൽ നിന്നും പിന്നെ ഇവിടെ എഴുതിയേക്കണം എങ്ങനെയാണ്: സമ്പത്തും മനുഷ്യ വിഭവശേഷിയും കേസിനും ശത്രുവിനും എതിരായി വിനിയോഗിക്കാൻ മാറ്റിവെച്ചു. അങ്ങനെയൊന്നുമല്ല. നമ്മളിവിടെ സഭയുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് പിതാക്കന്മാർ, ഇപ്പോഴത്തെ തിരുമേനിമാരാണെങ്കിലും കഴിഞ്ഞ കാലത്തെ എല്ലാവരും തിരുമേനിമാരാണെങ്കിലും ഈ സഭയുടെ വിശ്വാസം നിലനിർത്താനായിട്ട്, ഇപ്പോൾ പെരുമ്പള തിരുമേനിയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠഭാവനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ വിശ്വാസം ഇല്ലാതെയാക്കി കളയാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവരവിടെ നിന്ന് നാമ്പെടുത്ത് കൊണ്ടുവരികയാണ്. അതാണ് ആ സഭയുടെ വിശ്വാസം. അതായത് ഈ മലങ്കര ഇടവകയാണ് ഇവിടെ, ഇത് നമ്മുടെ മലങ്കര ഇടവകയാണ്. ഈ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ഇവിടെ 1500 മുമ്പും നെസ്തൂറിയന്മാരായിരുന്നു പഠിപ്പിക്കുന്നവർ, വ്യാജം പഠിപ്പിക്കുന്നവർ. മനസ്സിലാക്കണം, ഇവിടെ യാക്കോബേക്കാരാണ് ഉണ്ടായിരുന്നത്, യാക്കോബേ സഭയുടെ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. പലരും പല കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും, പക്ഷേ അതാണ് ഇവിടെ കൂനംകുഴി സത്യത്തിൽ ചെയ്തതും അത് തന്നെയാണ്. നമ്മുടെ പൂർവികർ ഉള്ളിടത്തോളം കാലം തലമുറകളെയായിട്ട് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ വിശ്വാസത്തെ കാത്തുപരിപാലിക്കുന്നതാണ്. അത് പരിപാലിക്കാനാണ് നമ്മളും പഠിക്കുന്നത്, ഈ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് മനോവേദന ഇവയെല്ലാം സുറിയാനിക്കാരുടെ നാവിൽ നിന്നും ഇനി ഇവയൊന്നും സുറിയാനിക്കാരുടെ നാവിൽ നിന്നും പിഴുതു കളയാൻ പറ്റില്ല. ഉദാഹരണം: ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചാവും വഴികളെ ഞാൻ അറിഞ്ഞ്. മനോവേദന, പല ശോധന, മനുഷ്യർക്ക് ദുഃഖമുള്ള കാലത്ത് ഇത് വിശ്വാസികൾ നാവിൽ നിന്ന് ഉയരും. ഈ ബ്രദറൻ ഗീതം പാരമ്പര്യവാദി നീ എങ്ങനെ തടയും എന്നല്ല അച്ഛാ, ഇത് തടയേണ്ട അച്ഛനൊക്കെയല്ലേ, അച്ഛനെ പോലുള്ളവരാണ് ഇത് തടയേണ്ടത്. എൻ്റെ പൊന്നച്ഛ, ഇത് ഞങ്ങളുടെ പിതാക്കന്മാർ, അപ്പച്ചനൊക്കെ ഈ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു 8 വർഷം ഇങ്ങനെ കരിസ്മാറ്റിക് പോയി കിടന്നുകൊണ്ട് നമുക്കിത് മനസ്സിലായില്ല. കരിസ്മാറ്റിക് പോയി കിടക്കാനും കാരണം നമ്മുടെയൊക്കെ അച്ഛന്മാർ ഇത് പോകണം കണ്ടപ്പോൾ ഞാനോടത്ത് നല്ല സംഭവമാണ്. പക്ഷേ ഈ വിശ്വാസത്തെക്കുറിച്ച് ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ, ഒരു സക്കറിയ അച്ഛൻ്റെ പ്രസംഗമൊക്കെ അവിടെ 1960 കാലഘട്ടത്തിൽ നിന്ന് അച്ഛൻ പറഞ്ഞത്. ഇത് 1950 ഈ പറയുന്ന സക്കറിയ അച്ഛൻ ഒരു പൊന്തിക്കോസുകാരനോട് തർക്കിച്ച് നമ്മുടെ ഈ ശിശുസ്ഥാനം കൃത്യമായതുള്ളതാണ്, സഭയുടെ വിശ്വാസത്തോട് ചേർന്നതാണെന്ന് എഴുതിയ ഒരു പുസ്തകമാണ്. 50 എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതുമ്പോൾ ആ വിശ്വാസം അപ്പോൾ അത്രമാത്രം അവർ ആ വിശ്വാസത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ്. അപ്പോൾ 50 കാലഘട്ടത്തിൽ അപ്പച്ചൻ പറയുന്ന 60-70 അന്നും എന്നും, ഇപ്പം 50 നിന്നല്ല, ആദ്യ നൂറ്റാണ്ട് മുതൽ ആ പിതാക്കന്മാർ കൈമാർത്തുന്ന വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഇത് ഒരു കുർബാന വ്യാഖ്യാനത്തിൻ്റെ ബുക്കാണ്. ഇത് 1950 വടക്കമ്പറൂർ പള്ളിയിൽ വിശുദ്ധ കുർബാനത്തിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 30,000 വാക്ക് ഈ സത്യവേദത്തിൽ തിരുത്തിയിട്ടുണ്ടെന്ന്, ഈ തെറ്റായിട്ട് വ്യാഖ്യാനം തിരുത്തിയിട്ടൊക്കെ ഉണ്ട്. അതായത് ദൈവമാതാവിനെയൊക്കെ, ഇപ്പോൾ അച്ഛൻ ഇരിക്കുന്ന പള്ളിയിൽ നമ്മൾ ദൈവമാതാവിൻ്റെ പള്ളിയാണ്, എൻ്റെ കൊച്ചിനെ അവിടെ മാമോദിസം നോക്കിയത്. അപ്പോൾ ആ പള്ളി ദൈവമാതാവിൻ്റെ പള്ളിയാണ്, സെൻറ്റ് മേരീസ് പള്ളി. ആ മാതാവിനെ എഴുത്താൻ വേണ്ടി തമ്മിലെന്ന വാക്ക് സത്യവേദത്തിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ 30,000 വാക്ക് അവർ തിരുത്തിയിട്ടുണ്ട്. പാരമ്പര്യം അവർ പ്രമാണമാക്കി. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ ഈ ബുക്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബുക്കിലൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളെക്കുറിച്ചും എല്ലാം അച്ഛൻ കൃത്യമായിട്ട് പല സ്ഥലത്തായിട്ട് എഴുതി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കാതിരിക്കണം. അതിന് ഇപ്പോൾ ഇവരൊക്കെ അന്നൊക്കെ ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നും അന്ത്യോക്യ സിംഹാസനം
അതിൻ്റെ വിശ്വാസമാണ് അവർ ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്കത് വായിക്കാം. അത് കഴിഞ്ഞിട്ട് താരതമ്യം ഒറ്റപ്പെടൽ, ചതി, തടവ്, പട്ടിണി, അവമാനം വരുമ്പോൾ ഓർക്കാൻ ചൊല്ലാൻ പറ്റിയ പാട്ടുകൾ, പ്രാർത്ഥനകൾ രചിക്കപ്പെടണം. അത് പറഞ്ഞൊരു കാര്യമാണ്, അത് രചിക്കപ്പെടണം. അല്ലാതെ പെന്തിക്കോസുകാരൻ്റെ പാട്ട് ഇപ്പോൾ ഇത് കണ്ടോ, ഇത് പ്രേംപിതാവിൻ്റെ പടം വെച്ചിട്ട് ഉള്ളിൽ മുഴുവൻ പെന്തിക്കോസ് പാട്ട് വെച്ചാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ അത് തെറ്റാണ്. അത് നമ്മുടെ പള്ളിയിലുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റാനായിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം അതാണ് ആ പ്രതിജ്ഞയിൽ അച്ഛന്മാരെ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ചെയ്യാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇനി അടുത്ത് വായിക്കാം. ജനം പകരം വയ്ക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന. ഈ വക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ജനം പകരം വെച്ചിരിക്കുന്ന വിശദമായ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന ആദ്യ നൂറ്റാണ്ട് തൊട്ട് ഈ സഭ എല്ലാ പ്രാർത്ഥനകളിലും ഉണ്ട്. അതല്ല ഈ പ്രാർത്ഥനകൾ. കത്തോലിക്കരുടെ നൊവേനകൾക്ക് സമാനമായ പാമ്പാക്കണ നമസ്കാരം കോരണ്ടമർപ്പ ഇറക്കിയതും അതിൽ പ്രാർത്ഥിക്കുവാൻ ഉൾക്കൊള്ളിച്ചാണ് ഇതിൻ്റെ മൂലധാതു. നമ്മുടെ നിത്യപ്രാർത്ഥന ക്രമത്തിൽ അത് ഇപ്പോഴും ഉണ്ട്. പിന്നീട് അത് 8 നോമ്പ് പിന്നെ അങ്ങനെ വേണ്ട കുനിയ എപ്പിസ്കോപ്പിയും മധ്യശ്വാസം പുറത്തിറക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് താഴെട്ട് പിന്നെ വരുമ്പോൾ. പിന്നെ ഇവിടെ അച്ഛൻ വേറൊരു പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവാഹ പ്രാർത്ഥനകളും ഇവിടെ അത് തൊട്ട് മുകളിലായിട്ടൊരു കാര്യമുണ്ട്. അതായത് ലത്തീൻ ആരാധന ലളിതവും സാമാന്യ ഭൗതിക നയിക്കുന്നവർക്ക് സമയം കളയാതെ പ്രാർത്ഥിക്കുകയും കുർബാന സംബന്ധിക്കുകയും. അതായത് ലത്തീൻ പ്രാർത്ഥനയൊക്കെ വളരെ ചെറുതാണ്, അത് എളുപ്പത്തിൽ അത് കഴിഞ്ഞ് പിന്നെ പണിക്ക് പോകുന്നൊക്കെ അച്ഛൻ പറയുന്നത്. അച്ഛൻ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഈ സുറിയാനി സഭയുടെ പ്രാർത്ഥന അത് ഒരിക്കലും നീളം കൂടിപ്പോയെന്നോ അത് വളരെ ലെങ്തി ആണെന്നോ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അത്രയ്ക്ക് ആസ്വാദികരമാണ്. അതായത് ആ കുന്തിരിക്കത്തിൻ്റെയും ആ മെഴുകുതിരിയുടെയും അതുപോലെ തന്നെ ഓരോ പ്രാർത്ഥനയുടെയും ഓരോ ഗീതത്തിൻ്റെയും ആ സൗന്ദര്യം അത് അന്ന് ചെയ്തതുപോലെ തന്നെയാണ്. കുറച്ച് ചെറിയൊരു മറ്റേ ഗീതത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും 8 നിറങ്ങളും അങ്ങനെ ഓരോ സമയത്തേക്ക് വേണ്ടുള്ള പ്രാർത്ഥനകളും കൃത്യമായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ പോലും അത് ഒരു ലെങ്തി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അച്ഛാ, ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ കാര്യമൊക്കെ അങ്ങനെ എഴുതി കഴിയുമ്പോഴേക്ക് അതൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അച്ഛനിവിടെ എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ അവസാനമായിട്ട് അച്ഛൻ എഴുതിയേക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ യുഗ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ജനം പകരം വെച്ചിരിക്കുന്നത് പ്രാർത്ഥനകളിലും. ഈ പ്രാർത്ഥനകൾ കത്തോലിക്കയുടെ നൊവേനകൾക്ക് പകരമായി നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ അന്യഭാഷ എന്നൊരു പാട്ടുകൾ തിരുസഭയുടെ പ്രാർത്ഥനകൾ രചിക്കപ്പെട്ട് പ്രോത്സാഹിക്കപ്പെടണം. അപ്പോൾ ഇത് അച്ഛനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മധുബഹ വരെ കയറിയെന്നൊരു കാര്യം അച്ഛനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഈ മധുബഹ വരെ ഇത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ കാര്യം മധുബഹ വരെ കയറിയിട്ടുണ്ടെങ്കിൽ അച്ഛനത് അങ്ങനെ കയറിയിട്ടുണ്ടെന്ന് അച്ഛന് തോന്നുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അതിനെ പള്ളിക്ക് പുറത്തായിട്ട് മധുബഹ എന്ന് മാത്രമല്ല പള്ളിക്ക് പുറത്തേക്ക് നമ്മൾ ഇറക്കി വിടണം. കാരണം സഭയുടെ വിശ്വാസം പിതാക്കന്മാർ കൈമാറി തന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അച്ഛനും ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് കാണുമ്പോൾ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കിയ. കാരണം ഞങ്ങൾക്ക് ഈ വിശ്വാസം പഠിക്കുമ്പോൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് പല വ്യാജ പുസ്തകങ്ങളിലും അവരെഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൽദോബാവ നെസ്തൂറിയനാണ് എഴുതി വെച്ചിട്ടുണ്ട്. ആണോ എന്ന് സംശയം ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ പിന്നെ പെന്തിക്കോസുകാരുടെ പുസ്തകത്തിൽ കാണുന്ന യഹോവ നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കാണ്. അതൊക്കെ ഈ റസൂലൊക്കെ എഴുതി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അത് നമ്മുടെ ഇതിൽ കൃത്യമായിട്ട് പിതാക്കന്മാരെ എന്താണെന്നും കർത്താവ് എങ്ങനെയാണെന്നും കർത്താവ് എന്താണെന്നും അതിൻ്റെ ത്രിയേക ദൈവം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ഗീതങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഈ മറ്റ് പുസ്തകങ്ങളിൽ നിന്നും അതേപോലെ ഈ പെന്തിക്കോസുകാരുടെ പുസ്തകത്തിൽ നിന്നൊക്കെ വേദോത്സവത്തിൽ നിന്ന് എടുത്തുള്ള വാക്യങ്ങൾ വെച്ച് പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അപ്പം നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളിൽ നിന്ന് പാട്ടുകൾ ഉണ്ടാക്കപ്പെടണുണ്ട്. അത് ഉറപ്പായിട്ട് സാധിക്കും. അച്ഛനോട് എഴുതിയിട്ടുണ്ട് ബാർബ്രായ കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അച്ഛാ അപ്പോൾ അത് പറയട്ടെ. അതിനുശേഷം പെരുമ്പളി തിരുമേനിയും കണിയാമ്പറമ്പിലച്ഛനും അതുപോലെ തന്നെ ബാവയെല്ലാം ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ അവർ ഇതിനു വേണ്ടി എഴുതിയിട്ടുണ്ട്. ഈ സത്യവിശ്വാസം നിലനിൽക്കുന്നതിന് വേണ്ടി ഒത്തിരി കാര്യം അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് മുരടിച്ചു പോയി എന്ന് അച്ഛനോട് പറഞ്ഞത് അത് വളരെ വാസ്തവവിരുദ്ധമായ കാര്യമാണ്. അത് വളരെ തെറ്റായ കാര്യമാണ്. അച്ഛനത് മനസ്സിലാക്കണം. കാരണം അച്ഛനെപ്പോലുള്ള ഇത്രയും ശ്രേഷ്ഠ പുരോഹിതന്മാർ ഇത് പറയുമ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ പോലും പുറകിട്ട് പോകും. അച്ഛാ അത് ഒന്ന് മനസ്സിലാക്കണം. കാരണം അച്ഛാ ഇത് വംശനാശം നേരിട്ട പോലെയാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം നമ്മുടെ വിശ്വാസത്തെ അല്ല, നമ്മുടെ വിശ്വാസം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ശ്രേഷ്ഠമായ വിശ്വാസമാണ്. ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവർ പുറകിട്ട് വലിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരെ കാണുന്നുള്ളൂ. കാരണം ഭൂരിഭാഗം ആളുകളും ഈ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ
പാട്ടുകൾ ഇപ്പോൾ അച്ഛൻ ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്ന വേടൻ്റെ പാട്ടുകളെ പോലെ നല്ല പാട്ടുകൾ എഴുതണം അച്ഛനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി പാട്ടുകൾ എഴുതണം എന്ന് പറയുമ്പോൾ വേടനെ പോലുള്ളവരുടെ പാട്ടുകളാണോ ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. അത്തരം പാട്ടുകൾ ആഗ്രഹിച്ച് ഒരുപാട് പേര് അതിൽ പെട്ടിരിക്കുകയാണ്. അങ്ങനെ പാടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പല കൂട്ടായ്മകളും DJ പാർട്ടി പോലെയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ വലിയ ഡോപ്പമിൻ എനർജി കൂടുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇൻസ്റ്റൻ്റാണ്. അതിന് ശേഷം അവർക്കൊരു ദുഃഖം അല്ലെങ്കിൽ അതൊരു ശാശ്വത സമാധാനം നമുക്കൊരിക്കലും തരത്തില്ല. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസം ഒരു വ്യക്തിയോട് നമ്മളത് പറയുകയാണെങ്കിൽ, ആ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവന് സമ്പൂർണ്ണ സമാധാനം ഉണ്ടാകും. മൃതിയാകുന്നവരെ ഉയർപ്പിൽ നീ വലതുഭാഗത്ത് നിൽക്കുമെന്നൊക്കെ നമ്മുടെ ഗീതത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്. അത് തിരിച്ചെറിയ രക്തങ്ങൾ ഭക്ഷിച്ച് അത് നിന്നെ വലതുഭാഗത്ത് നിർത്തുമെന്ന് നമ്മൾ ആ പ്രത്യാശക്കോട് പാടുമ്പോൾ ഓരോ പ്രാർത്ഥനകളും ഓരോ ഗീതങ്ങളും അത്രയും ശ്രേഷ്ഠതയോടെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും അതിനെക്കുറിച്ച് ആ ഗീതങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലും ഈ ഭൗതികമായ ഇതിൻ്റെ പുറകെ ആളുകൾ പോകത്തില്ല. അത് വരുന്നതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും സമാധാനത്തോടെ നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വാഴക്കൊലയ്ക്കും മറ്റേ കടയുടെ അകത്തിരുന്ന ഉണ്ടംപുരിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം പാട്ടുകൾ അവർക്ക് പേഴ്സണലായിട്ടുണ്ടായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ച പാട്ടുകളാണ് ഇന്ന് പ്രചാരം നേടിയിരിക്കുന്നത്. അത് നമ്മുടെ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഷെയർ ചെയ്ത് അത് വീണ്ടും ഷെയർ ചെയ്ത് നമ്മുടെ യൂണിറ്റുകളിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പാടി അല്ലെങ്കിൽ നമ്മുടെ ഒരു നുഗ്രോ പേരിടും, അല്ലെങ്കിൽ അതിന് വേറെ സുറിയാനി പേരൊക്കെ ഇടും. പക്ഷേ എന്നിട്ട് അതിൽ പാടുന്ന ചില പാട്ടുകൾ 1-2 പാട്ടുകൾ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് സത്യവിശ്വാസത്തിന് ചേരാത്തതാണെങ്കിൽ ആ കമ്മിറ്റി അത് തീരുമാനം എടുത്ത് മാറ്റണം. അതിൽ നല്ല അറിവുള്ള അച്ഛന്മാരും വൈദികരും ഉണ്ടല്ലോ, അതവർ ചെയ്യണം. അത് പേര് നുഗ്രോ ഇടും, പ്രകാശം കിട്ടി അല്ലെങ്കിൽ പ്രകാശം വന്നു എന്നൊക്കെ ഉള്ള പേരിടും, സുറിയാനി പേരിടും. എന്നിട്ട് അതിൽ ഉള്ളത് മൊത്തം പെന്തിക്കോസ്തുകാരനെയും കരിസ്മാറ്റിക്കാരനെയും ഇട്ടാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ അച്ഛൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനോടുള്ള ഒരു കാര്യം, അച്ഛനോടുള്ള വഴക്കായിട്ടൊന്നുമല്ല. അച്ഛനെ ഒത്തിരി ബഹുമാനിക്കുന്ന ആളാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മാമോസ് നടന്ന സ്ഥലം അതാണ്. അപ്പോൾ ഈ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണണമെന്നും അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ ഉറവിടമാണെന്നും അന്ത്യോക്യ സിംഹാസനമാണെന്നും അതുപോലെ തന്നെ മഞ്ഞിനിക്കരയുടെ അസ്തമിക്കാത്ത സൂര്യനെ എന്നൊക്കെ വിളിച്ച് നമ്മളവിടെ ചെല്ലുമ്പോൾ ആ കബറിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആ പിതാക്കന്മാരോട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആ പിതാക്കന്മാരോട് ചേർന്ന സ്നേഹ കുടുംബത്തിലാണല്ലോ. അവരോട് ചേർന്ന് ദൈവമാതാവിനോട് ചേർന്ന് എല്ലാം ചേർന്നാണ് നമ്മൾ തൃത്വത്തെ ആരാധന നടത്തുന്നത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ്. പക്ഷേ ഇവിടെ തന്നെ ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കാൻ തന്നെ എത്രയോ പുസ്തകങ്ങൾ നമുക്കിതുണ്ടോ. ഇത് ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോൾ ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ മേടിച്ച് വെച്ച് അത് പഠിക്കുന്നത് സഭയോടുള്ള സ്നേഹത്തോടും ആ വിശ്വാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഈ നൂറ്റാണ്ടിൽ ആ വിശ്വാസത്തിൻ്റെ ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തീത്തോസ് തിരുമേനി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് ആ വിശ്വാസത്തെ തേടി വരുന്നുണ്ട്, പുറത്തുനിന്ന് തേടി വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ പുറകിട്ട് വലിക്കുന്ന രീതിയിൽ ഒരു പരാമർശം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വേദന ഉണ്ടാക്കും എന്നുള്ളതാണ് അച്ഛാ. ഒത്തിരി വേദന ഉണ്ടാക്കും. കാരണം അതുമാത്രമല്ല, ഇതിലേക്ക് വരാൻ നിൽക്കുന്നവർ പോലും ഒന്ന് കൺഫ്യൂഷനാവും. ഉറപ്പായിട്ടും നമ്മുടെ വിശ്വാസം വളരെയേറെ ശ്രേഷ്ഠം ഉള്ളതാണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞു. അച്ഛനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. നമ്മുടെ സെമിനാരിയിലാണെങ്കിലും നമ്മുടെ വരാൻ പോകുന്ന സെമിനാരിയിലാണെങ്കിലും നമ്മുടെ ഓൺലൈനിൽ നടക്കുന്ന പല ക്ലാസ്സുകളിലാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുകയും സഭയുടെ ഗീതങ്ങൾ പാടുകയും സഭയുടെ വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്യുക. നമുക്ക് ഡോക്ടറേറ്റ് കിട്ടാനായിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ വാൾഡിമാർ എന്ന് പറയുന്ന റഷ്യൻ യൂണിവേഴ്സിറ്റി പോകേണ്ടതായിട്ട് വരും. പക്ഷേ അത് നമ്മുടെ വിശ്വാസത്തോട് ചേർന്നല്ല. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ അവിടെ പോയി പഠിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് സെറാംപൂറിൽ പഠിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് UTC പഠിക്കേണ്ടതായിട്ട് വരും. അതെല്ലാം നല്ലതാണ്. പക്ഷേ അതൊക്കെ പാശ്ചാത്യ സുവിശേഷവുമായി ബന്ധപ്പെട്ടാണ്. ആ പഠിച്ച സംഭവങ്ങളെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതവിടെ ഇരുന്നോട്ടെ, ഡോക്ടറേറ്റ് കിട്ടുമോ, തീസിസ് എഴുതുമോ, അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ എടുക്കേണ്ട, ഇപ്പോൾ സേവ്യറോസ് പിതാവിനെ കുറിച്ച് പഠിച്ച ഒത്തിരി അച്ഛന്മാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. തിരുമേനിനെയൊക്കെ കേട്ടിട്ടുണ്ട്, തിരുമേനിയുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എത്ര മഹത്വം, 3000 ലെറ്ററൊക്കെ എഴുതിയെന്ന് പറയും. അതൊക്കെ ഈ അടുത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ കഠിന ഹൃദയരാണെന്നും ഞങ്ങൾ കഠിന പാരമ്പര്യവാദികളാണെന്നും പറയുമ്പോൾ അച്ഛ
അതിന് ഒരു പ്രാർത്ഥന ഇങ്ങനെ ഉള്ളൂ അച്ഛാ, ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അച്ഛാ. ഞങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, അച്ഛനോടുള്ള എല്ലാ ബഹുമാനത്തോടും ശ്രേഷ്ഠതയോടും കൂടിയാണ് പറയുന്നത്. ഇതുപോലെ ഈ കരിസ്മാറ്റിക് പെന്തിക്കോസ്ത് പ്രാർത്ഥനകളെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് വൈദികരുണ്ട്. നിങ്ങളാണ് ഈ വൈദികരാണ് ഒരു മധുബയിൽ നിന്ന് പറയുമ്പോൾ ആ വൈദികനാണ് എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ. ഇപ്പം ഞങ്ങളുടെയൊക്കെ ശബ്ദം ചിലപ്പോൾ അത് പുറത്തേട്ട് വരത്തില്ല, കാരണം ഞങ്ങൾക്കൊന്നും ഒത്തിരി ഫാൻസ് ഇല്ല, ഞങ്ങൾക്ക് ആരാധകരൊന്നുമില്ല, ഞങ്ങൾക്കൊരു സ്ഥാനമില്ല സഭയിൽ. ഞങ്ങൾ പക്ഷേ സഭയിൽ സ്ഥാനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ സ്ഥാനമില്ലാത്ത, പക്ഷേ ഞങ്ങൾ സഭയിൽ അംഗമാണ്. കാരണം ആ മൂറോണും ആ മുദ്രയൊക്കെ ഒരിക്കലും മായാത്തതാണ്. അത് ഒരിക്കലും മായാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിശ്വാസത്തിന് ആ പിതാക്കന്മാരെ കുറിച്ച്, ആ സാധുക്കളായ പിതാക്കന്മാരെ നാറ് കിടത്തിയെന്നൊക്കെ അറിയുമ്പോൾ ആ വിശ്വാസം പഠിക്കാൻ ശ്രമിക്കുന്നത്, ഓരോ പുസ്തകങ്ങളൊക്കെ മേടിച്ച് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പ്രാർത്ഥനയിലെ ഒരു ഭാഗം വായിക്കാം. നിക്കായിലും കുസ്തിന്തിനോപോലിസിലും എഫേസോസിലും പരിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധ റൂഹായാൽ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള സത്യവിശ്വാസത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ വിട്ടുമാറുവാൻ ഞങ്ങൾക്കിടയാകരുതേ ബാർക്കുമോർ. കർത്താവെ, കാതോലികവും ശ്ലൈകികവുമായ സത്യവിശ്വാസത്തിൽ നിന്ന് അവസാന ശ്വാസം വരെ ഇളകാതെ അതിൽ ജീവിപ്പാനും അതിൽ മരിപ്പാനും അതിൻ്റെ വൈരികളെ മറച്ചിടുവാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. എല്ലായ്പ്പോഴും 4 ഭാഗങ്ങളും സത്യവിശ്വാസം എന്ന വിളക്കിനെ കത്തിച്ച് ലോകത്തെ പ്രകാശിപ്പിക്കുകയും സത്യവിശ്വാസത്തിനു വേണ്ടി ഞെരുക്കങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തവരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഓർമ്മയെ നീ മഹത്വപ്പെടുത്തണമേ. അവരുടെ പ്രാർത്ഥനകളാൽ അവരെ പോലെ നിന്നെ സ്നേഹിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. അച്ഛാ, ഈ ഓരോ ബാബാമാരെ, ഈ തുബ്ദേനി വായിക്കുന്ന ഈ പിതാക്കന്മാരെ കുറിച്ചൊക്കെ ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളിലൂടെ കിട്ടുമല്ലോ. അതൊക്കെ ഈ പുസ്തകത്തിൽ ഇപ്പോൾ അച്ഛനെ കാണിച്ചില്ല, ഈ പുസ്തകത്തിലൂടെയൊക്കെ വായിച്ച് കഴിയുമ്പോൾ അത്രമാത്രം അവർ ആ ത്യാഗം സഹിച്ചു. ഇന്ന് ഒരു ത്യാഗം സഹിക്കേണ്ട ആവശ്യമില്ല, ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, പണത്തിന് പണമുണ്ട്, സ്വാധീനം അധികാരം എല്ലാം ഉണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പൂർവികമായി കൈമാറി കിട്ടിയ വിശ്വാസമാണ്. അത് പാട്ടിലാക്കി എന്നാണ് പറയുന്നത്. അത്തനീഷ്യസ് പിതാവ് പറഞ്ഞാണ്, രാജാവ് പറഞ്ഞു നിനക്ക് ലോകം എതിരാണ്. അപ്പം അത്തനീഷ്യസ് പിതാവ് ജമ്മാച്ചനായിരുന്നു എന്ന് പറയുന്നത്. ആ സമയത്ത് പറഞ്ഞു ഞാൻ ലോകത്തിനും എതിരാണെന്ന്. അറിയോസൊക്കെ ഭയങ്കര പാട്ടുകാരനായിരുന്നു എന്ന് പറയുന്നത്. പാട്ട് പാടിയാണ് ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരുന്നത്. ആ പാട്ടിനെതിരെ പിതാക്കന്മാർ, അത് സാന്താക്ലോസ് എന്ന് പറയുന്ന പിതാവ് അത് അടിച്ചെന്നാണ് പറയുന്നത്. അടിച്ച് നന്നാവാനാ, അല്ല വേറെ ഒന്നും ആയിട്ടല്ല, അടിച്ചെന്നാണ് പറയുന്നത്. അതായത് തെറ്റ് പഠിപ്പിച്ചതിനെ തിരുത്തി കൊടുത്തു ഓരോ പിതാക്കന്മാരും. അതാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ നാട് കടത്തപ്പെട്ടത്, അതുകൊണ്ടാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ആ വിശ്വാസം ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. 3 പുതുസന്നോദോസിൽ ഏൽപ്പിച്ച വിശ്വാസം അത് എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളുടെ അകത്താണ്. ഒരിക്കലും അതിന് പുറത്ത് സഭയുടെ വിശ്വാസമില്ല. പുറത്ത് ഒരുപാട് PhDകളുണ്ട്, ഒരുപാട് കോടീശ്വരന്മാരായ സഭകൾ നമുക്ക് അപ്പുറത്തുണ്ട്. പക്ഷേ ഇത് രക്തസാക്ഷികളുടെ സഭയാണ്. നമ്മുടെ സഭയ്ക്ക് രക്തക്കറയില്ല. അതുകൊണ്ടാണ് നമ്മുടെ മൂറോനും അത്ര മൂല്യമുള്ളത്. അതായത് സഭയുടെ ശ്രേഷ്ഠ വിശ്വാസത്തോട് സംബന്ധിച്ചാണ് എല്ലാത്തിനും മൂല്യമുള്ളൂ. അതായത് അന്ത്യോക്യ സിംഹാസനത്തോട് നിൽക്കുന്ന ഗീതങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ആ മൂറോനും ആ വിശുദ്ധ കൂദാശകൾക്കും ആ കാര്യങ്ങൾക്ക് മാത്രമാണ് മൂല്യമുള്ളത്. അതിനപ്പുറത്തേട്ട് അച്ഛാ ഇത് വിശ്വാസത്തിൻ്റെ കാര്യമെന്ന് എഴുതിയിട്ട് ആ വിശ്വാസം തള്ളി പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വ്യാജ ചരിത്രങ്ങൾ എഴുതി വെച്ചിട്ട് വ്യാജ കാര്യങ്ങൾ ചെയ്തു വെച്ച കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഗീതങ്ങൾ തെറ്റായിട്ട് പാടുമ്പോഴും ഈ സത്യവിശ്വാസത്തെ വഞ്ചിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അച്ഛനോട് ഇത് പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ അച്ഛനോട് ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ്. അച്ഛനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നു. അച്ഛനോടുള്ള പിന്നെ അച്ഛനെ ഞാൻ പറഞ്ഞതിൽ അച്ഛനോടായിട്ടല്ല പറഞ്ഞത്. ഇത് ഇന്ന് കാണുമ്പോൾ പാരമ്പര്യവാദികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട്. കാരണം ഈ വിശ്വാസം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആരെയും പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ വെറും പഠിതാക്കൾ മാത്രമാണ്. പക്ഷേ ഇത്തരം പുസ്തകങ്ങൾ അല്ലെങ്കിൽ പിന്നെ സഭയിൽ നിന്ന് ഇത്തരം പുസ്തകങ്ങൾ ഇറക്കാതിരുന്നാൽ ഞങ്ങളിതൊക്കെ വായിക്കാതിരിക്കാം. ഇത് ഇത്തരം പുസ്തകങ്ങളൊക്കെ ഈ മോശെ ബർക്കീഫയുടെ പുസ്തകമൊക്കെ ഈ തിരുമേനിയോടൊക്കെ എനിക്ക് തിരുമേനിയൊക്കെ ഒരു സംശയം ചോദിച്ചപ്പോഴൊക്കെ തിരുമേനി ഫോണിൽ സംശയത്തിന് മറുപടിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരുപാട് തിരുമേനിമാരൊക്കെ നമ്മുടെ വിശ്വാസത്തിന് ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ചോദിച്ചു കഴിയുമ്പോൾ മറുപടിയൊക്കെ കൃത്യമായിട്ട് തരാറുണ്ട്. മലയക്കുശിൽ വെച്ച് ജൂലൂസ് തിരുമേനിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ തിരുമേനിയോട് ചോദിച്ചപ്പോൾ ആ തിരുമേനി അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ്, തിരുമേനിമാരെല്ലാം ആ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛനിട്ടിരിക്കുന്ന ആ കുപ്പായത്തിനും അച്ഛന്മാരിട്ടിരിക്കുന്ന ആ കുപ്പായത്തിനും തിരുമേനിമാരിട്ടിരിക്കുന്ന ആ കുപ്പായത്തിനും ആ തലയിൽ തൊപ്പിക്കൊക്കെ ഞങ്ങൾ അത്രമാത്രം ശ്രേഷ്ഠതയാണ് കാണുന്നത്, അത്രയും മഹത്വമുള്ളതാണ്. അത് അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ ഉണ്ടായിരുന്നത് യാക്കോബായക്കാരായിരുന്നു, ആ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം നമ്മൾ അടുത്ത തലമുറയ്ക്കും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം പെന്തിക്കോസ്ത് പാട്ടുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. താങ്ക് യു അച്ഛാ, താങ്ക് യു. എല്ലാവരോടും താങ്ക് യു.